നിങ്ങൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ദേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊരവസ്ഥയിലേക്ക് കാര്യം എത്തിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് എൻ്റെ വാട്സപ്പിൽ വന്ന ഒരു വീഡിയോ, ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലൈൻഡ്ലി ഒരു വീഡിയോ എടുത്തു വെച്ച് ചെയ്യുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു. 2, ഇതിനെപ്പറ്റി ഒരു ന്യൂസ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ ഇത് എവിടെ നടന്നു, എന്ത് നടന്നു എന്നൊന്നും എന്നെപ്പറ്റി ഒരു രൂപരേഖയില്ല. അപ്പം ഈ സെന്റ് റീത്ത എന്ന് പറയുന്ന കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ നടന്ന ഇൻസിഡന്റ് ആണ്. ആ വീഡിയോ ഒന്ന് കാണാം, കുറച്ച് ഭാഗങ്ങൾ. സ്കൂളാണ്, പക്ഷേ ഈ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കാതെ സ്കൂളാണ്. സുഹൃത്തുക്കളെ, ഇത് സെന്റ് റീത്ത സ്കൂൾ മുമ്പിലാണ് സംസാരിക്കണം. ഇവിടെ ഇദ്ദേഹമാണ് PTA പ്രസിഡന്റ് ജോഷി. ഈ സ്ത്രീ പറയണത് ഞങ്ങൾ ഇവിടെ ഒരു പൊതുവിഷയമാണ് സംസാരിക്കണം. അനസേ ഇങ്ങനെ അല്ല, വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് കൊടുക്കാലോ. അയാൾക്ക് മാത്രമല്ലല്ലോ വീഡിയോ എടുക്കാൻ. ഇത് ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ പാരന്റ് ആണ്, പേര് അനസ് എന്നാണ്. എന്താണ് വിഷയം, എന്താണ് ഉണ്ടായത്, എന്താ സംസാരിക്കുന്നത്? ആ കൊച്ചിനെ വിളിക്കും. അത്യാവശ്യം ആളുകൾ എന്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. ചേച്ചി സംസാരിക്കും, ഇനി ചേച്ചി സംസാരിക്കും. ചേച്ചി ആരാണ്? ഈ ചേച്ചി വന്നിട്ട് സംസാരിക്കേണ്ട, ചൂടായി ഇദ്ദേഹം വീഡിയോ പിടിക്കുന്നുണ്ട്. ഈ കൊച്ചി മോളെ എന്താണ് സംഭവിച്ചത്? ഇവിടെ സ്കൂളിൽ എന്താണ് സംഭവിച്ചത് പറഞ്ഞു. ഈ ഷോൾ ഇടാൻ, അതായത് ഈ തലയിട്ട് ഇട്ടിരിക്കുന്ന ഇത് ഇടാനായിട്ട് സമ്മതിക്കണല്ലോ. എന്താണ് അവർ പറയുന്ന റീസൺ? അല്ല, മോള് പറ. എന്താണ് ആവശ്യം? ഏത് മാഡമാണ് അത് പറഞ്ഞത്? ജൂലി എന്ന് പറഞ്ഞ മിസ്സാണ് ഇത് പറഞ്ഞത്. ഈ ജൂലി മിസ് കൊടുത്തിട്ടുണ്ടാവും. മാഡം ഇത് യൂസ് ചെയ്യുന്നല്ലേ? ഇപ്പൊ ഈ മാഡം ഇവിടെ ഉള്ള മാഡം യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഈ പെൺകൊച്ചും ഉപയോഗിക്കുന്നത്. അതിൽ ഈ ഇവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ഈ നിങ്ങളാണ് ഇത് വിശദീകരിച്ചു കൊടുക്കുന്നത്. ഇവിടെ എന്റെ മകള് സ്കൂള് ഈ വർഷമാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഷോട്ട് വന്നപ്പോൾ അത് പറ്റാന്ന് പറഞ്ഞിട്ടും പിന്നെ വൈഫൊന്നും സംസാരിച്ചിട്ട് സമ്മതിച്ചില്ല. അതിനുശേഷം എന്റെ മകളുടെ കല്യാണവും ഞാൻ 1 മാസത്തോളം ഞങ്ങളുടെ വീട്ടിലെ എല്ലാ 5 മക്കളും ഭാര്യ അടക്കം സുഖമില്ലാണ്ട് ഇൻഫെക്ഷൻ ആയിട്ട് 1 മാസം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ. അപ്പൊ ഇവർ പറയുന്ന കാരണം എന്താണ്? നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറയില്ല എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് പിന്നെ സുഖമില്ലാണ്ട് കിടപ്പതിന് ശേഷം പിന്നെ വന്നപ്പോഴാണ് ഞാൻ വന്നത്. ഈ 4 മാസം ഈ കുട്ടി ഷോൾ ഇട്ടിട്ടാണ് ഇവിടെ വന്നത്. അത് ഇവിടെ ക്യാമറയിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാവും. ഇവിടെ ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കയറുമ്പോൾ ഊരി വെപ്പിച്ചിട്ടാണ് ഇവർ കേട്ടത്. ഇവർ നിർബന്ധപൂർവ്വം ഊരി വെപ്പിക്കാനാണ് ഇവരെ പതിവ്. പിന്നെ അത് കൂടാണ്ട് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പിന്നെ രക്ഷിതാവിനെ ഞാൻ വിളിച്ചിരുന്നു. തലയിൽ കുരിശ് വരപ്പിച്ചിട്ട് ആ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുകയും പിന്നെ തല്ലി പുറത്താക്കുകയും അതിനെതിരെ കേസ് പോവുകയും പത്രവാർത്തയും TV ചാനൽ വരെ അത് ആ വാർത്ത ഉണ്ടാകുകയും ചെയ്തത്. ഇപ്പൊ ഞാൻ മിനിനാന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ TC മേടിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഷോൾ ഇട്ടിട്ട് എന്റെ മകളെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള എഴുതി തരാൻ പറഞ്ഞിട്ട് ആ പേപ്പർ ഒരു പേപ്പർ ഞാൻ എഴുതി കൊടുത്ത് അതിൽ അവർക്ക് എഴുതി ഒപ്പിട്ട് തരാൻ അവർ തയ്യാറല്ല. ഈ ഒരു കാര്യം പിന്നെ ഷോൾ ഇട്ടിട്ട് പഠിപ്പിക്കാൻ സർക്കാരിന്റെ നിയമമുള്ള ഈ ഷോൾ ഇട്ടിട്ട് പഠിക്കാൻ ഇവിടുത്തെ കുറച്ച് ആളുകൾ ഞാനിപ്പോ നിയമപരമായിട്ട് നിരുപാധികം എന്റെ അടുത്ത് മാപ്പ് പറഞ്ഞു, കുട്ടികളുടെ അടുത്ത് മാപ്പ് പറഞ്ഞു പറഞ്ഞിട്ടുള്ള വോയിസ് റെക്കോർഡും എന്റെ കയ്യിലുണ്ട്. അത് കൂടാണ്ട് നിങ്ങളുടെ TC ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്, വന്ന് മേടിച്ചോളാനാ പറഞ്ഞത്. അതിന്റെ ഫോൺ റെക്കോർഡും എന്റെ കയ്യിലുണ്ട്. പിന്നെ PTA പ്രസിഡന്റ് എന്താ പറയുക? അതിൽ ഷോൾ ഇട്ട് പഠിക്കാൻ ഇവിടെ യാതൊരു കാരണവശാലും സമ്മതിക്കില്ല. അതുകൂടാണ്ട് ഇവിടെ സാറെന്ന് പറഞ്ഞ വ്യക്തി ID ചോദിച്ചിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല. ആ സാറെന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശമായിട്ട് എന്റെ അടുത്തും എന്റെ ഭാര്യ അടുത്ത് വളരെ മോശമായിട്ട് പറഞ്ഞത്, മാഡം അവർക്ക് അങ്ങനെ എഴുതി കൊടുക്കും. TC മറ്റേ വകുപ്പില്ലേ മറ്റേ വർഷല്ലേ ഇവർക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടരുത്, സെക്കൻഡ് വകുപ്പിൽ എഴുതി കൊടുത്തു. ഒരു സ്കൂളും അഡ്മിഷൻ കിട്ടരുത് എന്നുള്ള രീതിയിൽ അതൊരു കുട്ടിയുടെ ഭാവി നശിപ്പിക്കണം എന്നുള്ള രീതിയിലല്ലേ? ശരി, ഇതിവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ പേരന്റിനുണ്ടായ ഒരു മോശം അനുഭവം, അതായത് മകളെ അവിടെ തട്ടമിട്ടുകൊണ്ട് വിടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ന്യൂസ് 18 കേരളത്തിൽ വന്ന ഒരു ന്യൂസാണ്. അതായത് അതിനെ നേരെ ട്വിസ്റ്റ് ചെയ്ത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരെന്തുദ്ദേശിച്ചോ അതിലേക്ക് ഈ ഒരു രക്ഷിതാവ് പോയി ചാടിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ ഇത് വരിക എങ്ങനെയാണെന്ന് അറിയാമോ? അമിതമായിട്ടുള്ള ബാലിശമായ ഒരു തീരുമാനമായിരുന്നു ഇതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, ടാർഗറ്റ് ചെയ്യപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ് ഇസ്ലാം കമ്മ്യൂണിറ്റി. അപ്പം അത് ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ആ മതവിശ്വാസത്തിലുള്ള മനുഷ്യർ തന്നെയാണ്. നിങ്ങൾ ടാർഗറ്റഡ് ആണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് പോലും അവരത് എടുക്കുക മാത്രമല്ല, ഇനി കുറേ ദിവസത്തേക്ക് ഓണമാണ് ഈ ഒറ്റകൾക്ക്, പ്രത്യേകിച്ച് എക്സ് ടീമുകൾക്ക്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് അനസിനെ പോലുള്ളവരാണ്. അവരെന്തുകൊണ്ട് ഇതിനകത്ത് പോയി ചാടിക്കൊടുത്തു എന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഈ വിഷയത്തിൽ നിയമപരമായി നോക്കുകയാണെങ്കിൽ സ്കൂൾ അധികൃതർ കേസുമായി മുൻപോട്ട് പോവുകയാണെങ്കിൽ ഈ പേരൻസിന് ഒരു കുന്തവും കിട്ടത്തില്ല. കാരണം നിയമപരമായി അവരെ ഒരു ചുക്കും ചുണ്ണാമ്പും ഇവർക്ക് ചെയ്യാനൊക്കത്തില്ല. കാരണം ഈ രാജ്യത്ത് മാനേജ്മെന്റ് സ്കൂളിന് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട്. അവർക്ക് അവരുടേതായ രീതിയിൽ അത് നടത്തിക്കൊണ്ട് പോകാനുള്ള നിയമം ഉണ്ട്. അവരതനുസരിച്ചിട്ട് തന്നെ നടക്കുന്നത്. അതേപോലെ എൻട്രി ആകുമ്പോൾ അപ്പം നമ്മൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതിക്കൊണ്ട് അവരൊരു പേപ്പർ തരും. അതിനകത്ത് നമ്മൾ സിഗ്നേച്ചർ ഇട്ട് കൊടുക്കും.
മെയിൻലി എനിക്കൊന്ന് ഡയറികളിലൊക്കെ അതുണ്ടാകും. നമ്മളൊന്നും അത് വായിക്കാറില്ല. ഡയറി അല്ലേ, സിഗ്നേച്ചർ എന്നാ കിടക്കട്ടെ എന്നങ്ങ് ഇട്ട് കൊടുക്കും. പക്ഷെ അത് വായിക്കണം. അതിനകത്ത് അവരുടെ നിയമങ്ങൾ എഴുതിയിട്ടുണ്ട്, അവരുടെ റെഗുലേഷൻസ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ചെറിയ ഒരു മിസ്റ്റേക്ക് തട്ടിയാലും അവർക്ക് TC തന്ന് നമ്മളെ പിടിച്ച് പുറത്താക്കാൻ പറ്റുമെന്നുള്ളതാണ് സത്യം. അപ്പം നമ്മളൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പം ഇങ്ങനെ ചില മാനദണ്ഡങ്ങൾ അവരതിനകത്ത് ഉൾപ്പെടുത്തി വെച്ചിരിക്കും. അവരുടെ സേഫ്റ്റി കൺസേൺ ആണ് അത് അവർ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. ഇവർക്ക് ഈ ഒരു സ്കൂളിനെതിരെ ഒന്നും ചെയ്യാനാകത്തില്ല. ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഇത് പബ്ലിക്കാക്കി. ഈ പബ്ലിസിറ്റി കൊണ്ട് ആ സ്കൂളിനുണ്ടാകുന്ന ചീത്തപ്പേരുണ്ടല്ലോ, അത് വലിയൊരു പ്രശ്നമാണ്. ഇതിനോടനുബന്ധിച്ചിട്ട് ഇത്തരം മനോഘടനയുള്ള മിക്കവാറും മാനേജ്മെന്റ് സ്കൂളുകൾക്കൊക്കെ തന്നെ ഒരു പിൻവാങ്ങൽ ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും. അല്ലാതെ ഇത് ഒന്നും ചെയ്യാനാകാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പം മുസ്ലിം മതവിശ്വാസികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകുമല്ലോ, അതിനകത്തേക്ക് മറ്റു മതവിശ്വാസികൾ വന്ന് പഠിക്കുന്ന അവർക്ക് മാനദണ്ഡങ്ങളൊന്നും കൊടുക്കും. നിങ്ങൾ തട്ടമിട്ടേ വരാവൂ എന്ന് നിങ്ങൾ പറയാറില്ലല്ലോ. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അവരിനിയിപ്പോൾ പൊട്ടു കുത്തിയിട്ട് വന്നാലോ വേറെ കുരിശ് തൂക്കിയിട്ട് വന്നാലോ നിങ്ങൾ അതിനെ വിലക്കാറുമില്ല, വിലക്കേണ്ട കാര്യവുമില്ല. അത് ഓക്കെയാണ്. അതുപോലെ ഹിന്ദുമത വിശ്വാസികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവും, അവിടെയും ഇതുപോലുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല. ഇപ്പൊ ക്രൈസ്തവർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവര് മാത്രം കുട്ടികളെ വെച്ച് നടത്തട്ടെ എന്നങ്ങ് വെച്ചാൽ പോരെ. അങ്ങനെ ഒരു സിസ്റ്റം നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ അത് മൊത്തം കേരളത്തിൽ സംസ്ഥാനത്തൊട്ടാകെ നടത്തുകയാണെങ്കിൽ, ഈ പ്രചരണം സംസ്ഥാനത്തൊട്ടാകെ നടത്തുകയാണെങ്കിൽ അത് വേർത്താകും. അതുകൊണ്ട് ഇത് ഓക്കെയാണ്. അല്ലാത്ത പക്ഷം മറ്റവർക്ക് ഓണം ഉണ്ണാനുള്ള സാധനം കൊണ്ട് ഇട്ട് കൊടുത്തു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആ ചർച്ചയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പിതാവ് PM അനസ് അദ്ദേഹം നമ്മളൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അനസ്, ഈ സ്കൂളിൽ കുട്ടി ആദ്യം ചേരാൻ എത്തിയപ്പോൾ ഈ സ്കൂളിന്റെ യൂണിഫോം കോഡിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങളെ കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത്. അവർ പറയുന്നത് അങ്ങനെ ഒരു പേപ്പർ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അന്ന് പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ അവർ ആ പേപ്പർ ആ ഫയലിൽ നിന്ന് എടുത്ത് വരുമ്പോൾ ഞാൻ അതിൽ സൈൻ ചെയ്യാത്ത ഒരു ലെറ്റർ പാഡ് മാത്രമാണ് അവർ വെച്ചിരിക്കുന്നത്. രണ്ടാമത്തത്, എന്റെ മകൾ തുടക്കം മുതൽ സ്കൂൾ June 1 ആരംഭിച്ച് അന്ന് മുതൽ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം വരെ ഷോൾ ധരിച്ചുകൊണ്ടിട്ടാണ് അവർ സ്കൂളിൽ ചെല്ലാറുള്ളത്. അവര് നിർബന്ധം ഹിജാബ് എന്നല്ല, ഈ ഷോള് നമ്മുടെ തലയിൽ സാധാരണ ചുറ്റുന്ന ഒരു ഷോള് അത് ധരിച്ചിട്ടാണ് ഈ പിന്നെ കുട്ടി പോണത്. അവിടെ നിന്ന് അത് നിർബന്ധപൂർവ്വം അവര് അത് ഊരിക്കുമായിരുന്നു. ഞാനിപ്പോൾ അവിടുത്തെ PTA പ്രസിഡന്റുമായി സംസാരിച്ചു, അവിടുത്തെ പ്രിൻസിപ്പാൾ അദ്ദേഹം പറഞ്ഞു, മാഡം സംസാരിച്ചു, ജോഷി കൈതളത്തിൽ ഇപ്പോൾ നമ്മുടെ തത്സമയമുണ്ട്. കഴിഞ്ഞ ആദ്യത്തെ 2 ദിവസം മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. പിന്നെ 4 മാസത്തോളം നിങ്ങൾ ഈ സ്കൂൾ മാനേജ്മെന്റും PTA പറഞ്ഞ അനുസരിച്ചു. പിന്നീട് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വന്നതാണ്. അത് തെറ്റാണ്. എന്റെ പിന്നെ കുട്ടിയുടെ മാതാവ് ഒരു 5-6 പ്രാവശ്യത്തോളം പ്രിൻസിപ്പളിന്റെ അടുത്ത് ക്ലാസ് ടീച്ചറിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോയിരുന്നു. അത് അവർ അംഗീകരിക്കുന്നില്ല. അതിനുശേഷവും ഈ കുട്ടി ഷോൾ ധരിച്ചിട്ടാണ് ഈ സ്കൂളിലേക്ക് ചെല്ലാറുള്ളത്. പുള്ളിക്കാരൻ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. പക്ഷെ അതാണ് വാസ്തവം. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരു പേപ്പർ തരും, അതിനകത്ത് സിഗ്നേച്ചർ ഇട്ട് കൊടുത്ത ഒരു ലെറ്റർ പാഡ് മാത്രമാണ് കാണിക്കുന്നത്. പക്ഷെ ഡയറി ഒപ്പിട്ട് കൊടുത്തില്ലേ, ഡയറിക്കകത്തുണ്ടല്ലോ. നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞു, നിയമപരമായിട്ട് ഈ സ്കൂളിനെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. തൽക്കാലം ഇപ്പൊ 2 ദിവസത്തേക്ക് അത് അടച്ചിട്ടിരിക്കുകയാണ്, പേടിച്ചിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, അതത് മഹല്ലുകളിൽ പോയി ആ കുട്ടികൾ, ഏതൊക്കെ കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ അവരുടെയൊക്കെ പേരൻസിന് ഈ ഇൻഫർമേഷൻ കൈമാറി കുട്ടികൾ അവിടുന്ന് വിഡ്രോ ചെയ്യുക, അവിടെ വിടാതിരിക്കുക. മാനേജ്മെന്റ് സ്കൂൾ നടക്കുന്നത് കുട്ടികളുടെ ഫീസ് കൊണ്ട് തന്നെയാണ്. ആ ഫീസ് കിട്ടാണ്ട് വരുമ്പോഴത്തേക്ക് ഈ കുത്തിക്കഴപ്പ് തീരും, ഈ സിസ്റ്റം എടുത്ത് കളയും. അല്ലാതെ നിങ്ങൾ കേസുമായി മുൻപോട്ട് പോയാൽ നിങ്ങൾ ഫെയിൽ ആകും. അത്രേ എനിക്ക് ഇതിനകത്ത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയതുകൊണ്ട് പറയുന്നതാണ്. ഇതിനകത്തുള്ള PTA മാസ്റ്ററോ ഇനി അവിടെയുള്ള ടീച്ചേഴ്സോ ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അർത്ഥമില്ലാത്ത കുറെ ചർച്ചകൾ എന്നതിനപ്പുറം ഇതിനകത്തൊന്നും ഒരു ഇതുമില്ല. പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ യാതൊരു കാരണവശാലും നിയമപരമായി ഇവരെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാനുള്ള അധികാരമുണ്ട്. യൂണിഫോം എന്താണെന്ന് കോടതി ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? യൂണിഫോം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതിനകത്ത് നിങ്ങൾ തട്ടമുണ്ട്, അല്ലെങ്കിൽ കയ്യിൽ എവിടം വരെ മറയ്ക്കുന്ന സാധനം ഉണ്ടെന്നൊക്കെ പറയുമ്പം അതിനകത്ത് മതം വന്നു കയറിയില്ലേ? മതബോധമാണല്ലോ ഈ തലയിലിടുന്ന തട്ടം. അപ്പം അത് ഒരിക്കലും അംഗീകരിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അത് കോടതി അവർക്ക് സപ്പോർട്ടീവായിട്ട് പറയും. ഇതേ സെയിം സാധനം 2018 2008 കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല, പക്ഷെ ക്രൈസ്റ്റ് നഗറിൽ നടന്നിട്ടുണ്ടായിരുന്നു. ക്രൈസ്റ്റ് നഗർ ഏറ്റവും നല്ല സ്ഥാപനമാണ് തിരുവനന്തപുരം സിറ്റിയിലെ. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് ജഡ്ജി ആയിട്ടിരുന്നത് ഒരു മുസ്ലിമാണ്. അദ്ദേഹം പോലും വിധിച്ചൊരു കാര്യമാണിത്. അത് നടക്കത്തില്ല. കാരണം അത് മാനേജ്മെന്റ് സ്കൂളുകളുടെ അധികാര പരിധിയിൽ പെടുന്നതാണ്. അവരുടെ അധികാരത്തിൽ കയറി കൈകടത്താനൊന്നും ആർക്കും ഒരു ഇതില്ല. അവരങ്ങനെ ഒരു നിയമവലി ഉണ്ടാക്കിയിട്ട് തന്നെയാണ് അങ്ങനെ സ്ഥാപനം നടത്തുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, ക്രൈസ്തവ ഒരു നടത്തുന്ന ഒരു സ്ഥാപനത്തിന്റെ അണ്ടറിൽ നമ്മുടെ കുട്ടികൾ വിടണ്ടെന്ന് വയ്ക്കുക.
അതേ പറ്റുള്ളൂ. ഇതാണ് 2014 ശേഷം നമ്മുടെ രാമരാജ്യം ആഗ്രഹിച്ച, മനുഷ്യരാഗ്രഹിച്ച ഒരു കാര്യം. നിങ്ങൾ അതിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. സങ്കടമുണ്ട്, പരസ്പരം കൊമ്പ് കോർക്കുന്നതിൽ സങ്കടമുണ്ട്. ഒന്നുകിൽ നമ്മുടെ കുഞ്ഞ് അവിടെ ഈ കോംപ്രമൈസിൽ ചേർന്ന് അവിടെ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങട്ടെ, നല്ല സ്കൂളാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ, നല്ല വെൽ എഡ്യൂക്കേറ്റഡ് പിന്നെ അധ്യാപകരാണ്, അവിടെ പഠിച്ചാൽ എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടെങ്കിൽ കുട്ടികൾ അവിടെ പഠിച്ചിറങ്ങുന്നതിൽ ഒരു തിരക്കമില്ല, നല്ല കാര്യം. അല്ല വെച്ചാൽ നമ്മളെ കുട്ടികൾ അവിടെ വിടണ്ടെന്ന് വയ്ക്കുക. നിങ്ങളുടെ കുഞ്ഞ് എലിജിബിൾ ആണോ, മറ്റൊരു സ്ഥാപനത്തിൽ പഠിച്ചവന് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള, നിങ്ങളുടെ മകൾക്ക് തലയിൽ തട്ടമിട്ടുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഏത് സ്കൂളിലും കുട്ടികളെ കൊണ്ട് ചേർക്കൂ. അതല്ലേ ഫേവർ, അതല്ലേ നല്ലത്. അവിടെ കിടന്ന് തല്ലും പിടിയോ ഉണ്ടാക്കണ്ടല്ലോ. കൂടെ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ നിങ്ങൾ ഇന്റേണലി ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കും. അത് ചെയ്യണം, അത് അനിവാര്യമാണ്. കാരണം അവർ തൊട്ടത് 32% വരുന്ന ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യരെയല്ലേ. അപ്പോൾ ആ മറുപടി നിങ്ങൾ കൊടുക്കണം, അത് ശക്തമായി കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? മഹല്ല് കമ്മിറ്റിയെ കാണുക, അവിടേക്ക് പോകുന്ന എല്ലാ കുട്ടികളുടെയും പേരൻസിനെ പോയി കാണുക, അവരോട് അവിടുന്ന് കുട്ടികളെ റിമൂവ് ചെയ്യാൻ പറയുക. ഒരു കാരണവശാലും ഇത്തരത്തിൽ മതബോധം ഉള്ള, ഇത്തരത്തിൽ ഒരു വൃത്തികെട്ട ചിന്താധാരയുള്ള ഒരിടത്തേക്ക് എൻ്റെ കുഞ്ഞ് പഠിക്കണ്ട എന്ന് ചിന്തിക്കാനുള്ള സാമാന്യബോധം അവർക്ക് ഉണ്ടാവണ്ടേ. അവിടെ വിട്ടു കഴിഞ്ഞാൽ അവർ ഒരു വിഭാഗത്തിനെ മാത്രമേ ബൂസ്റ്റപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ തലയിൽ തട്ടമിട്ടാതെ വരുന്നവരെ മാത്രമേ അവർ അംഗീകരിക്കണു എന്ന് പറയുമ്പോൾ തന്നെ അവർക്കതൊക്കെ ചെയ്യാം, ഇവർക്ക് പാടില്ല എന്ന് പറയുന്നത് മോശമല്ലേ? അല്ലെങ്കിൽ അതങ്ങ് അനുവദിച്ചു കൊടുത്താൽ പോരെ. അവർ പോയി റിക്വസ്റ്റും ചെയ്തിട്ടുണ്ടല്ലോ, അംഗീകരിക്കുന്നില്ലല്ലോ. പിന്നെ നമ്മളൊരു സ്കൂളിലേക്ക് പോകുന്ന പഠിക്കാനാണ്, അവിടെ പോയിട്ട് നമ്മുടെ മതബോധം കാണിക്കാനല്ല എന്നുള്ളൊരു കോമൺ സെൻസാണ്. അത് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. കുട്ടി ഇത്രയും വട്ടക്കെട്ടൊക്കെ കെട്ടി പോകുമ്പോൾ മറ്റു കുട്ടികൾക്ക് അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫറൻഷിയേറ്റ്, അതും പ്രശ്നമാണ്. ഇത് രണ്ട് തലത്തിൽ നമുക്ക് സംസാരിക്കാം. ഒരു ഡിസ്കഷൻ വയ്ക്കുമ്പോൾ രണ്ട് തരക്കാർ സംസാരിക്കും. ഇത് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള തീനിയായി, നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇതിനുള്ള അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ളത് ബേസിക് റൂള്. പക്ഷെ ഇത്രയും ശതമാനക്കണക്കിൽ കൂടി നിൽക്കുന്ന ഒരു വിഭാഗം ജനതയെ ഈ രീതിയിൽ അവഹേളിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കെടുകാര്യസ്ഥതയും നിങ്ങളത് ശക്തമായി എതിർക്കണം. അതിന് അനസ് എന്ന് പറയുന്ന വ്യക്തി ചെയ്തത് സൂപ്പറാണ്. വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തതിനകത്തോട് എനിക്ക് യോജിപ്പ് തന്നെയാണ്, സൂപ്പർ. അത് കൈകാര്യം ചെയ്യേണ്ട രീതിയും അങ്ങനെ തന്നെയാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ മാനേജ്മെന്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നിയമപരമായി അവരൊന്നും ചെയ്യാനൊക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കണ്ടെന്ന് വെച്ചാൽ പ്രശ്നം കഴിഞ്ഞു. എത്രയോ നല്ല സ്കൂളുകൾ വേറെ ഉണ്ട്. ഇതൊന്നും ബാധകമല്ലാത്തത് ഗവൺമെന്റ് സ്കൂളാണ്. നിങ്ങൾ ഗവൺമെന്റ് സ്കൂളിൽ വിടും, എന്താ കുഴപ്പം? ഇംഗ്ലീഷ് മീഡിയം ഇല്ലേ? കുട്ടികൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കട്ടെന്നേ. പണ്ട് കാലഘട്ടത്തിൽ നമുക്ക് ടെൻഷനേ ഇല്ല, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഉച്ചക്കഞ്ഞി പോലും സ്കൂളിൽ നിന്ന് കൊടുക്കും, ഫീസ് കൊടുക്കണ്ട, എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ്. നമ്മളതൊന്നും ഇഷ്ടമില്ല. ഓരോരുത്തരും ആത്മഹത്യയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, കുഞ്ഞിനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാൻ വിടാത്തത് കൊണ്ട് ഭാര്യ ഭർത്താവ് പിരിഞ്ഞ സംഗതികൾ വരെയുണ്ട്. മറ്റുള്ളവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടുന്നു, എൻ്റെ കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണം എന്നൊക്കെ വാശി പിടിച്ചിരുന്ന അമ്മമാരൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ് ഞാൻ. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും പ്രൈവറ്റ് സ്കൂളിലാണ് കുട്ടിയെ വിടുന്നത്. അത് ഞാൻ ഗൾഫിൽ വളർത്തിയ കുഞ്ഞായതുകൊണ്ടാണ്. ഇവിടെയാണെങ്കിൽ അവൻ ഗവൺമെന്റിലേ പോകുള്ളൂ എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ ഗവൺമെന്റ് സ്കൂളിൽ വിടുന്നതിന് ഏറ്റവും നല്ല പരിപാടി. എല്ലാവരുമായി ഇടപഴകി ജീവിക്കാനും നാനാവിധത്തിലുള്ള ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് മനസ്സിലാക്കാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മുടെ കുഞ്ഞിനെ വിട്ട് അവന് എന്ത് പഠിച്ചിട്ട് എന്തിനാണ്? അപ്പോൾ അവിടെ വിടാതിരിക്കുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇത് ഒരു അവയർനെസ് ആയിട്ട് തന്നെ കൊടുക്കുക. മാത്രവുമല്ല, ഇസ്ലാം കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൂടുതൽ സ്ഥാപനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ വിദ്യാഭ്യാസത്തിലേക്ക് ഇറക്കി അവരെ കൊണ്ട് ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് ഉണ്ടാക്കിക്കൊണ്ട് വരണം. കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠനം നിഷേധിക്കുകയാണ് ഇവറ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായി പോവുക തന്നെ വേണം. എല്ലാവരും ഇതാണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഭാഗമില്ല കേട്ടോ. ഞാനും ഒരുപാട് ക്രൈസ്തവ മാനേജ്മെന്റുള്ള സ്കൂളുകൾ കണ്ടിട്ടുണ്ട്. ഈവൻ എൻ്റെ കുട്ടി പോലും പഠിക്കുന്ന അങ്ങനത്തെ സ്ഥാപനത്തിലാണ്. അതുകൊണ്ട് ഇതുവരെ ഒരു ഡിസ്ക്രിമിനേഷനോ മാറ്റി നിർത്തലോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒന്നുമില്ല. കാരണം അവനെ എല്ലാവരും പോലെയാണ് പോകുന്നത്. അതുപോലെ പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവിടെ വിടാതിരിക്കുക. ഇത് രണ്ട് ഭാഗത്തും തെറ്റുണ്ട്, രണ്ട് ഭാഗത്തും ന്യായവുമുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തൊന്നും പറയാനൊക്കത്തില്ല. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഫേവർ അല്ലാത്ത ഒരിടത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിടാതിരിക്കുക. അവിടെ കിടന്ന് കടിപിടി കൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല. അവരുടെ സ്ഥാപനത്തിന് ഒരു റൂൾസ് ഉണ്ടാവും. ആ റൂൾസിനനുസരിച്ചിട്ടേ അവർക്ക് നടത്താൻ പറ്റുള്ളൂ. അപ്പം അത് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തള്ളി കയറിയിട്ട് കാര്യമില്ല. അവരുടെ സ്ഥാപനത്തിൽ പോയിട്ട് അവിടെയുള്ള കന്യാസ്ത്രീമാർ തട്ടയിട്ടിരിക്കണം എന്തിനെന്ന് ചോദിച്ചാൽ അതൊന്നും ചോദിക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കില്ല. കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ മതവിശ്വാസമാണ്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിനകത്ത് നിങ്ങൾക്ക് കൈയെടുത്താൻ പറ്റത്തില്ല. നിങ്ങളുടെ മകൾ തട്ടയിട്ടത് എന്തിനാ എന്ന് അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, രണ്ട് ഭാഗത്ത് ന്യായോ അന്യായങ്ങളും ഉണ്ടെന്നാ പറഞ്ഞേ. രണ്ട് വിഭാഗക്കാരും ചെയ്തത് തെറ്റുമാണ്, ശരികളുമുണ്ട്. കാരണം ആ കുട്ടിയുടെ തട്ടം ഇറക്കൂ എന്ന് പറയാനുള്ള അധികാരം അവർക്കില്ല.
അവരുടെ തലയിലുള്ള ആ പറഞ്ഞ തട്ട വറക്കുമെന്ന് പറയാൻ നിങ്ങൾക്കും അധികാരമില്ല. അതേപോലെ തന്നെയാണ് ഇത് ഇട്ടുകൊണ്ട് നടക്കുന്നതിന് കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. അപ്പോൾ ഈ ബോത്ത് സൈഡ് പ്രശ്നമുണ്ട്. ഇതൊരു വലിയ സബ്ജക്റ്റായിട്ട് എടുത്ത് ഇനി കുറേ ദിവസം ന്യൂസ് 18 പോലുള്ള സംഗീത ചാനലുകൾക്ക് നല്ല ഓണമാക്കി കൊടുത്തു എന്നുള്ളതാണ്. ഇതിനകത്ത് അനസിനെ പ്രതിക്കൂട്ടി നിർത്താൻ വേണ്ടി അവർ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. പുള്ളിക്ക് ഇതിൻ്റെ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് പുള്ളി അതിനകത്ത് കിടന്ന് ബഹളം വെക്കുന്നത്. മാനേജ്മെൻറ്റ് സ്കൂളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുമ്പോൾ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ സിഗ്നേച്ചർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഞാൻ പ്രത്യേക വിഭാഗമാണ്, എനിക്ക് ഇങ്ങനെ നിയമമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കാൻ പറയും. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഫേവർ ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞിനെ തട്ടത്തോടു കൂടി അക്സെപ്റ്റ് ചെയ്യുന്ന സ്കൂളുകളിലേക്ക് നമ്മുടെ കുഞ്ഞെ വിടാൻ ശ്രമിക്കുക. കുട്ടികൾ പഠിക്കട്ടെ, പഠിച്ച് വളരട്ടെ. ആ 2 ദിവസം സ്കൂൾ അവധി തന്നെ കൊടുത്തത് തെറ്റാണ്. കാരണം മറ്റു കുട്ടികളുടെ പഠനം കൂടെ നിങ്ങൾ മുടക്കുകയാണ്. ഇപ്പോൾ 10th പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് വളരെ ക്രൂഷ്യൽ ടൈമാണ് പോകുന്നത്. ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നല്ല കാര്യം. പക്ഷേ ഈ ഒരു സ്കൂൾ, ഈ ഒരു സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു മോശം ഇത് ഉണ്ടെന്നുള്ളത് പബ്ലിക്കിനെ അറിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ആ സ്കൂളിലേക്ക് എൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരോ ഇനി ഏതെങ്കിലും ഒരാളോ പോകാനോ വിടാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രത്തോളം തീവ്രവാദം തലയിലുള്ള വൃത്തികെട്ട ജന്തുക്കളുടെ അടുത്തേക്ക് എൻ്റെ കുഞ്ഞു പോയി ഒരു കുന്തോ പഠിക്കണ്ട എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തം. അത് ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ പറയും. ഇത്തരം സ്കൂളുകളെ അവോയ്ഡ് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. അവരവരെ ജോലി നോക്കി പോകട്ടെന്ന്. എത്ര ശതമാനം ഉണ്ട്, എത്ര ആൾക്കാരവിടെ പോയാൽ മതി എന്ന് അവരങ്ങ് വെച്ചാൽ പോരെ. മെജോറിറ്റി നിൽക്കുന്ന ഒരു വിഭാഗത്തിന് ഈ സെൻട്രലിൽ ഇരുന്നുകൊണ്ട് ഏതോ ഒരു നായി കുരച്ചെന്നും പറഞ്ഞുകൊണ്ട് അത് കേട്ടുകൊണ്ട് ഇവിടെ കിടന്ന് കുരയ്ക്കാൻ നിന്നാൽ ഇവിടെ മെജോറിറ്റി അവരാണെന്നുള്ളത് ബോധം അവർക്ക് വേണം. എഡ്യൂക്കേഷൻ സ്ഥാപനം നടത്തിയിട്ട് കാര്യമില്ല, എഡ്യൂക്കേഷൻ തലയിലും കൂടെ വേണം. അതില്ലാത്തതിൻ്റെ കുറവാണ് ഈ കാണിക്കുന്ന കുത്തിത്തിരിപ്പൊക്കെ. അവന് ആ PTA മാസ്റ്ററോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ആളോ ഒക്കെ മന്ദബുദ്ധികളാണെന്നേ ഞാൻ പറയുള്ളൂ. ഇതങ്ങ് ഇഗ്നോർ ചെയ്യേണ്ട ഒരു കേസാണ്. കാരണം ഇനിയിപ്പോൾ എത്ര കുട്ടികൾ കൊഴിഞ്ഞു പോകുന്ന ആര് കണ്ടു? അവിടെ പഠിക്കുന്ന മറ്റു മതത്തിലുള്ളവരും ഈ തീരുമാനം എടുക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം ഒരു മതവിഭാഗത്തിനെ അവഹേളിക്കുന്ന അവർക്ക് നിങ്ങൾ അവഹേളിക്കാതെ നേരമൊന്നും വേണ്ട. അതും കൂടെ മനസ്സിലാക്കുക. ഈ മതബോധവും മതത്തിന് എഗൻസ്റ്റ് ആയിട്ട് പറയുന്നവരും അവരവർക്കും ഒരു മതമുണ്ടെന്നുള്ള ഇത് മനസ്സിലാക്കുക. അതിനെ മൈൻഡ് ചെയ്യാതെ മറ്റൊരു മതത്തിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്കിത് വന്നിട്ടില്ലല്ലോ. അവരെ മാത്രമല്ലേ നമ്മൾ സേവ് ആണെന്ന് ചിന്തിക്കുന്നവർ ഓർത്തുകൊള്ളു. നാളെ നിങ്ങളിലേക്കും ഇതെത്താൻ അധികം നേരമൊന്നും വേണ്ട. തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരോട് ഒന്നിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വൾഗാരിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് വസ്തുത. എനിക്കിതാണ് പറയാൻ തോന്നിയത്. പിന്നെ എനിക്കിത് കൊണ്ടുവന്നിട്ടത് ചിലർ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഈ ഒരു വിഷയം എടുത്തിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പറയുന്നത്. കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാം മന്ദബുദ്ധിത്തരം കാണിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമല്ല. ഇത് തികച്ച മന്ദബുദ്ധിത്തരമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അനസ് എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന മണ്ടത്തരം മാത്രമാണിത്. മകൾക്ക് അവിടെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് 4 മാസം മുമ്പേ മനസ്സിലാക്കിയ അയാൾ ദ വെരി നെക്സ്റ്റ് മൊമെന്റിന് ആ കുട്ടിയുടെ 4 മാസം ആ കുട്ടി അനുഭവിച്ച മെന്റൽ ട്രോമയിൽ ഇയാളാണ് ഉത്തരം പറയുക. ആസ് എ പേരന്റ് ഇയാളെ പിടിച്ചകത്താക്കേണ്ടത്. കുട്ടി അവിടുന്ന് അപ്പം തന്നെ ഇമ്മീഡിയറ്റ് എവിക്ഷൻ ആയിരുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് പുറത്താക്കി മറ്റൊരു സ്കൂളിൽ കൊണ്ട് ചേർത്ത് നല്ല മാർക്ക് വാങ്ങിച്ച് അവരെ മുഖത്തടി കാണിച്ചു കൊടുക്കണമായിരുന്നു. പബ്ലിസിറ്റി കൊടുക്കണം, അതിൽ തർക്കമില്ല. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണമായിരുന്നു. ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യാനോ കോംപ്രമൈസിനോ പോകാനേ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതുവരെ എത്തി. ആ കുട്ടി അനുഭവിച്ച വേദന കഷ്ടമെന്നല്ല എന്താ പറയാനാണ്. ഇപ്പോൾ 2 ദിവസം സ്കൂൾ അടവ്, അതും ഒരു കഷ്ടം തന്നെയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിഷയങ്ങൾ ഇതിനെപ്പറ്റി ഉണ്ടാകുമായിരിക്കും. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നന്ദി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.